ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര അകലെയാണ് ഓസോൺ മേഖല? ഉത്തരം 25 മുതൽ 30 കിലോമീറ്റർ അകലെ. പ്രകാശ ഉറവിടങ്ങളുടെ പ്രകാശ തീവ്രതകൾ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ഫോട്ടോമീറ്റർ. മഴവില്ലിന് നിറം കൊടുക്കുന്ന പ്രകാശ സ്രോതസ് ഏതാണ്? ഉത്തരം സൂര്യപ്രകാശം. ഹൈഡ്രജൻ ബലൂൺ രാവിലെ ആകാശത്തേക്ക് പതിയെ ഉയരുന്നു, എന്നാൽ ഉച്ചയ്ക്ക് ഇതേ ബലൂൺ വേഗത്തിൽ ഉയരുന്നു. എന്താണ് ഇതിന് കാരണം? ഉത്തരം ഉച്ചയ്ക്ക് ചൂട് പിടിച്ച് വികസിച്ച് ഭാരം കുറഞ്ഞ വായു മേലോട്ട് ഉയരുന്നതിനാൽ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ മെച്ചം എന്താണ്? ഉത്തരം മനുഷ്യനാലും കാലാവസ്ഥയാലും സൃഷ്ടിക്കപ്പെടുന്ന തടസ്സങ്ങളിൽ നിന്ന് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഏറെ മുക്തമാണ്. വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ്? ഉത്തരം സെക്കൻഡിൽ 340 മീറ്റർ. രാത്രികാലങ്ങളിൽ പരിസര നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബൈനാക്കുലർ ഏതാണ്? ഉത്തരം ഇൻഫ്രാറെഡ് ബൈനാക്കുലർ. അന്റാർട്ടിക്കയിലെ ഓസോൺ ദ്വാരം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ. ഉത്തരം ജോസഫ് ഫാർമാൻ, ബ്രിയാൻ ഗാർഡിനർ, ജോനാഥൻ ഷാങ്കിലൻ. ബഹിരാകാശ വാഹനങ്ങൾ ചലിക്കുന്നത് ഏതു ശാസ്ത്രജ്ഞന്റെ ചലന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം ഐസക് ന്യൂട്ടന്റെ. റോക്കറ്റ് വിക്ഷേപിക്കുവാൻ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഉത്തരം ദ്രാവക ഹൈഡ്രജൻ, ദ്രാവക ഓക്സിജൻ, നൈട്രജൻ ടെട്രോക്സൈഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഇന്ധനം. ലൈക്ക എന്ന നായ ബഹിരാകാശ യാത്ര നടത്തിയ വാഹനം. ഉത്തരം സ്പുട്നിക് 2. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന നൈട്രജൻ ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഉത്തരം ഹൈഡ്രോസിൻ. ഒളിമ്പസ് മോൺ ഏത് ഗ്രഹത്തിലെ അഗ്നിപർവ്വതമാണ്? ഉത്തരം ചൊവ്വ. ഓസോൺ പാളിയുടെ നിറം. ഉത്തരം നീല. കാസിനി എന്ന ബഹിരാകാശ വാഹനം ഏത് ഗ്രഹത്തെ പറ്റി പഠിക്കാനാണ് വിക്ഷേപിച്ചിട്ടുള്ളത്? ഉത്തരം ശനി. മറ്റു ഗ്രഹങ്ങളുടെ ദിശയ്ക്ക് വിപരീതമായി സഞ്ചരിക്കുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. ഒരു ഗ്രഹം എന്ന സ്ഥാനം 2006 നഷ്ടപ്പെട്ട പ്ലൂട്ടോ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ക്ലെഡ് ടോംബോ. അന്യഗ്രഹങ്ങളിൽ ജീവികളുണ്ട് എന്ന സങ്കല്പത്തിൽ പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? ആരാണ് അതിന്റെ സംവിധായകൻ? ഉത്തരം ദി എക്സ്ട്രാ ടെറസ്ട്രിയൽ. സ്പിൽബർഗാണ് ഇതിന്റെ സംവിധായകൻ. സൂര്യരശ്മി ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 8.317 മിനിറ്റ്. ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ക്ലാസിനിയുടെ നിയമങ്ങൾ. റോബോട്ടുകളെ കൂടി ഉൾപ്പെടുത്തി 2015 നടപ്പിലാക്കിയ ISRO ബഹിരാകാശ ദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 2. ചന്ദ്രനിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന വാസസ്ഥലത്തിന് ISRO നിർദ്ദേശിച്ച പേര്? ഉത്തരം ചാന്ദ്രവിഹാർ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റിച്ചാർഡ് നിക്സൺ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്ന കണികകൾ? ഉത്തരം ടാക്യോണുകൾ. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഭൂമിയിലെ ഓരോ വസ്തുവിന്റെയും സ്ഥാനം എവിടെയാണെന്ന് അറിയാൻ സഹായിക്കുന്ന സംവിധാനത്തിന്റെ പേര്? ഉത്തരം GPS. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ജനിച്ചത് എവിടെയാണ്?
അവരുടെ പിതാവ് ആരാണ്? ഉത്തരം അമേരിക്കക്കാരിയായ ഹോയോ, ഗുജറാത്തി ഡോക്ടറായ ദീപക് പാണ്ഡ്യ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഉത്തരം ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതം? ഉത്തരം ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ്. ഈ പർവ്വതത്തിന് 15.5 മൈൽ ഉയരവും 372 മൈൽ വീതിയുമുണ്ട്. സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര്? ഉത്തരം ഫോട്ടോസ്ഫിയർ. ഗ്രഹങ്ങളുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന ബലം ഏതാണ്? ഉത്തരം ഗുരുത്വാകർഷണ ബലം. ആൽഫ സെന്റോറി എന്ന നക്ഷത്രം ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 4.3 പ്രകാശവർഷം. ചന്ദ്രനെ വലം വെച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ലൂണ 10. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം 1.28 സെക്കൻഡ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചാന്ദ്ര ദൗത്യ പേടകത്തിന്റെ ഭാരം? ഉത്തരം 675 കിലോഗ്രാം. കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം കിരീടം എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് കൊറോണയെ സൂര്യകിരീടം എന്ന് വിളിക്കുന്നു. സൂര്യന്റെ പ്രവർത്തന ശക്തി നിരീക്ഷിക്കാൻ ആവശ്യമായ ഉപകരണം? ഉത്തരം ന്യൂട്രിനോ. ഡ്രൈ ക്ലീനിംഗ് ഫ്ലൂയിഡ് നിറച്ച ഒരു വലിയ ടാങ്കാണ് ഇത്. ന്യൂട്രിനോയിൽ ഏകദേശം എത്ര ലിറ്റർ ദ്രാവകമുണ്ടായിരിക്കും? ഉത്തരം ഏകദേശം 3,80,000 ലിറ്റർ. നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ഉത്തരം ചുരുങ്ങിയത് 10,000 കോടി നക്ഷത്രങ്ങൾ. ഏറ്റവും വലിയ ഗാലക്സി ഏതാണ്? ഉത്തരം ആൻഡ്രോമീഡ ഗാലക്സി. ഭൂമിയിൽ നിന്ന് ടെലസ്കോപ്പ് ഇല്ലാതെ ഏതെങ്കിലും ഗ്രഹത്തെ കാണാൻ കഴിയുമോ? ഉത്തരം ഭൂമിക്കരികെയുള്ള 5 ഗ്രഹങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നിവയാണ് അവ. ഒരു ശൂന്യാകാശ വാഹനത്തിന് സൂര്യന്റെ അടുത്ത് പോകാൻ കഴിയുമോ? ഉത്തരം സൂര്യൻ അതികഠിന താപമുള്ള വാതക ഗോളങ്ങളാണ്. അതിനടുത്ത് പോകാൻ കഴിയില്ല. 1976 ഹീലിയോസ് എന്ന ശൂന്യാകാശ വാഹനം സൂര്യന്റെ അടുത്തായി 4.5 കോടി കിലോമീറ്റർ സഞ്ചരിച്ചു. സൂര്യനടുത്തുള്ള ബുധനേക്കാൾ അപ്പുറത്തായിരുന്നു ഈ വാഹനം എത്തിയത്. സൂപ്പർനോവ എന്നാൽ എന്താണ്? ഉത്തരം സൂപ്പർനോവ ഭീമനായ ഒരു നക്ഷത്രമാണ്. അത് പൊട്ടിത്തെറിച്ചതിന് ശേഷം നക്ഷത്രം മരണമടയുന്നു. അതിലെ ഇന്ധനം ശൂന്യാകാശത്തിൽ പരന്നു കിടക്കും. പരന്നു കിടക്കുന്ന ഹൈഡ്രജൻ പടലത്തിൽ നിന്ന് പുതിയ നക്ഷത്രങ്ങൾ രൂപമെടുക്കുന്നു. സൂപ്പർനോവ ന്യൂട്രോൺ എന്ന ചെറിയ നക്ഷത്രമായി പരിണമിക്കുന്നു. ആകാശത്തിൽ ഏറ്റവും അധികമായി പ്രകാശിക്കുന്ന നക്ഷത്രം ഏതാണ്? ഉത്തരം സിറിയസ്. സൗര ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം? ഉത്തരം സിലിക്കൺ. ഏത് വർണ്ണരാജിയിലാണ് 4 രേഖകൾ കാണപ്പെടുന്നത്? ഉത്തരം സൗര സ്പെക്ട്രം. റോക്കറ്റിന്റെ വിക്ഷേപണം കഴിഞ്ഞാൽ റോക്കറ്റിന് എന്തു സംഭവിക്കും? ഉത്തരം ശൂന്യാകാശ വാഹനത്തിന്റെ യാത്രയ്ക്ക് കുറച്ച് സെക്കൻഡിന്റെ ഉപയോഗം മാത്രമേ റോക്കറ്റിനുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. ആദ്യമായി ശൂന്യാകാശത്തിലേക്ക് അയച്ച ജീവി ഏതായിരുന്നു? ഉത്തരം ലെമൺ ചിക്ക് എന്ന നായയായിരുന്നു ആദ്യമായി ശൂന്യാകാശത്തിലേക്ക് അയച്ചത്. ഇതിനെ ശൂന്യാകാശത്തിലേക്ക് അയച്ചത് സ്പുട്നിക് 2 എന്ന ശൂന്യാകാശ വാഹനത്തിലായിരുന്നു. നിർഭാഗ്യവശാൽ ഓക്സിജൻ പുറത്തു പോയതിനാൽ നായ ശ്വാസം മുട്ടി മരിച്ചുപോയി. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം
8 മിനിറ്റും 20 സെക്കൻഡും. ഓക്സിജന്റെ 3 ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം ഓസോൺ വാതകം. അന്തരീക്ഷത്തിലെ വാതകങ്ങൾ സൂര്യനിൽ നിന്നും വരുന്ന താപം ആഗിരണം ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ജോസഫ് ഫോറിയർ. വിവിധ മാധ്യമങ്ങളിൽ പ്രകാശ വേഗത ഒരുപോലെയല്ലെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ലിയോൺ ഫുക്കോൾട്ട്.